സ്വാഗതം ഇൻസൈറ്റിലേക്ക് ഒരിക്കൽ കൂടി. നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തർക്കത്തെക്കുറിച്ചാണ്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി BJP നിയോഗിച്ച BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കി മാറ്റണം എന്ന്, അല്ലെങ്കിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടാൽ അദ്ദേഹം ആദ്യം മുൻഗണന നൽകുക സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്ന് മാറ്റാനാണ് എന്ന് പറയുകയുണ്ടായി. ഇന്ന് അതേക്കുറിച്ച് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പ്രതികരിക്കും എന്ന് പറഞ്ഞെങ്കിലും ഇന്ന് അദ്ദേഹം അതേക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. അവിടുത്തെ മാധ്യമപ്രവർത്തകരാരും അതേക്കുറിച്ച് ചോദിക്കുക പോലും ഉണ്ടായില്ല. പക്ഷേ ഇതൊരു തർക്ക വിഷയമായി മാറിയിട്ടുണ്ട്. തർക്ക വിഷയമായി മാറുന്നത് വടക്കേ ഇന്ത്യയിലൊക്കെ സ്ഥലനാമങ്ങൾ മാറ്റുന്നത് വർഗീയമായി ഉപയോഗിക്കുന്ന കാഴ്ച നമ്മൾ പല കുറി കണ്ടിട്ടുണ്ട്. പല സ്ഥലങ്ങളുടെയും പേരുകൾ മാറ്റുന്നു. അത് BJP അവരുടെ തീവ്ര ഹിന്ദുത്വ അജണ്ടകൾക്ക് ബലം പകരാൻ പാകത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കേരളത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടാണ് ഒരു സ്ഥലനാമത്തിൻ്റെ പേരിൽ ഉയർത്തപ്പെടുന്നത്. ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ഉള്ളത്, ഇൻസൈറ്റിൽ നമുക്കൊപ്പം ഉള്ളത് OK ജോണിയാണ്. വയനാടിനെ കുറിച്ച് ഇപ്പോൾ ആധികാരികമായി സംസാരിക്കാൻ മലയാളത്തിൽ OK ജോണിയെ കഴിഞ്ഞിട്ടേ മറ്റാളുള്ളൂ. വയനാടൻ രേഖകൾ എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകം വളരെ പ്രസിദ്ധമാണ്. അതിലൊക്കെ ഇതേക്കുറിച്ച് നേരത്തെ തന്നെ സംസാരിച്ചിട്ടുമുണ്ട്. എങ്ങനെയാണ് സുൽത്താൻ ബത്തേരിയുടെ പേര് ഈ രൂപത്തിലേക്ക് എത്തിയത് എന്നൊക്കെ അദ്ദേഹം സംസാരിച്ചിട്ടുമുണ്ട്. ജോണിയുടെ സ്വാഗതം. നമ്മൾ ഇത് സംസാരിക്കുന്ന ഒരു തീർത്തും അപ്രസക്തമായൊരു കാര്യത്തെക്കുറിച്ചൊരു ചർച്ച BJP സംസ്ഥാന പ്രസിഡന്റ് തുടങ്ങി വയ്ക്കുകയും അത് മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുകയും ചെയ്യുന്നു. ആ അവസ്ഥയിലാണോ? തീർച്ചയായിട്ടും വാസ്തവത്തിൽ ഇതൊരു നോൺ ഇഷ്യൂ ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇപ്പം നമുക്കറിയാമല്ലോ, രാജ്യത്തിൻ്റെ ഭരണഘടനയെ തന്നെ അസാധുവാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുടെ ഒരു നേതാവ് ഒരു ചെറിയ അങ്ങാടിയുടെ സ്ഥലപ്പേര് മാറ്റുക എന്നുള്ള മട്ടിൽ ലഘുവായിട്ട്, അത് സ്വാഭാവികമാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു പ്രോസസ്സാണ്. അത് തീർത്തും സ്വാഭാവികമെന്ന മട്ടിൽ ലഘുവായി വേണമെങ്കിൽ കാണാം. പക്ഷെ ഇത് ഒരു സംഘപരിവാറിൻ്റെ ഒരു ഗ്രാൻഡ് പ്രോജക്റ്റിലെ ഒരു ആയുധം കേരളത്തിൽ രാജീവ് പറഞ്ഞ പോലെ ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണ്. അതിൽ ഉദാഹരണമായിട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ അറിയാം, ഒരു തരം ഈ മുസ്ലിം ഭരണാധികാരികളെയും മറ്റും മുൻനിർത്തിക്കൊണ്ട് ഈ ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തെ ശത്രുക്കളായി ചിത്രീകരിക്കാനും അതുവഴി ഭൂരിപക്ഷം വരുന്ന ഒരു ഹിന്ദുക്കളുടെ ഇടയിൽ ഒരു ധ്രുവീകരണം സൃഷ്ടിക്കാനും അതുവഴി രാഷ്ട്രീയാധികാരം നിലനിർത്താനുമുള്ള ഒരു ശ്രമമാണ് സംഘപരിവാരം RSS എത്രയോ കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ RSS എന്ന് പറയുന്ന വർഗീയ സംഘടനയുടെ അതിൻ്റെ സംസ്ഥാപനം അതിൻ്റെ ഒരു 100ാം വർഷത്തിലെത്തിയിരിക്കുമ്പോൾ അതിൻ്റെ ഈ പ്രക്രിയയുടെ വേഗം കൂടി വരികയാണ്. അപ്പോൾ ഈ പേരുമാറ്റന് തുടങ്ങിയിട്ടുള്ള ഇസ്ലാമിക നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള പല ജനപദങ്ങൾ വരുന്നു, പല ഭരണാധികാരികൾ വരുന്നു. നമുക്ക് ഡെമോക്രസി എന്നുള്ള ദേശസങ്കല്പവും ഒരു രാഷ്ട്രം എന്ന നിലയിലുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രം എന്നൊക്കെയുള്ള സങ്കല്പമൊക്കെ ഉരുവാകുന്നതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശിഥിലമായി കിടന്നിരുന്ന ഒരു ഇന്ത്യയിൽ പലതരം ചെറിയ ഇന്നത്തെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ മാത്രം വലുപ്പമുള്ള നാട്ടുരാജ്യങ്ങൾ പോലും ഉണ്ടായിരുന്ന ഒരു നാട്ടിൽ വിവിധ തരത്തിലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും അധികാരത്തിന് വേണ്ടി കലാപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് വാസ്തവത്തിൽ ആ ഭൂതകാലത്തെ ചൊല്ലിയാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ടുള്ള ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നുള്ളതാണ് വലിയൊരു ഖേദകരമായ വസ്തുത. അതിൻ്റെ പശ്ചാത്തലം വാസ്തവത്തിൽ രാജീവ് സൂചിപ്പിച്ചതുപോലെ ഇത് വളരെ ഡെലിബറേറ്റ് ആയിട്ട് ഈ സമുദായ ധ്രുവീകരണം, മതത്തിൻ്റെ പേരിലുള്ള വർഗീയത ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി അവർ ബോധപൂർവം ചെയ്യുന്ന ഒരു സംഗതിയാണ്. അവർക്ക് ചരിത്രം അറിയാഞ്ഞിട്ടാണെന്നും ഞാൻ കരുതുന്നില്ല, നമ്മളാരും കരുതുന്നില്ല. അവർക്കറിയാം ചരിത്രത്തെക്കുറിച്ച്. ഇത് സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു റിപ്പബ്ലിക്കിൽ ഇരുന്നു കൊണ്ട്, ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കിൽ ഇരുന്നുകൊണ്ട് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ല. ഇത് കാലഹരണപ്പെട്ട ഭൂതകാലത്തിൻ്റെ അവശിഷ്ടങ്ങളെ വർത്തമാനകാലത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിക്കലായിട്ടുള്ള ആ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ
അവർക്കും അറിയാം, ഇന്നത് ലോകമെമ്പാടുമുള്ള ഇന്ത്യ നിരീക്ഷകർക്കും അറിയാം. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഉത്തരേന്ത്യയിലാണെങ്കിൽ മുഗളന്മാർ, അധിനിവേശകരായ മുഗളന്മാർ ആണ് അവരുടെ അവരുടെ ശത്രുവിൻ്റെ പ്രതീകമായി ഉയർത്തിക്കാട്ടുന്നത്. ഈ മുഗളന്മാരെ മുൻനിർത്തി, ഉദാഹരണത്തിന് ബാബറി മസ്ജിദ് തകർക്കുന്നത് അക്ബറിൻ്റെ പേര് പറഞ്ഞു, അധിനിവേശകനായ അക്ബർ എന്ന് ഒറ്റയടിക്ക് പറഞ്ഞുകൊണ്ടാണ്. അതിൻ്റെ ചരിത്രമോ ഒക്കെ തമസ്കരിച്ചുകൊണ്ടാണ്. അവർക്കറിയാത്തത് കൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല. അക്ബറിൻ്റെ ആയാലും ഒക്കെയുള്ള അവരുടെ വ്യക്തികളെന്ന നിലയ്ക്കും അവരെയൊന്നും നമ്മൾ ആദർശവൽക്കരിക്കുകയും ചെയ്യേണ്ടതില്ല. അവരെ ദുഷ്ടകഥാപാത്രങ്ങളാക്കി അവർ പ്രതിനിധീകരിക്കുന്ന സമുദായത്തെ, വർത്തമാനകാല ഇന്ത്യയിലെ ആ മുസ്ലിം സമുദായത്തെ മുൻനിർത്തി ഒരു ഹിന്ദുത്വ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി കാത്തിരിക്കുകയാണ്. രാജീവ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അത്തരം ഒരു സംഗതിക്ക് അവർക്ക് കേരളത്തിൽ വലിയ സാധ്യത ഇല്ലായിരുന്നു. പക്ഷെ നിങ്ങൾ രാജീവ് പത്രപ്രവർത്തകരെല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, കഴിഞ്ഞ തവണ ഇലക്ഷനിൽ, തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതിൻ്റെ പേരങ്ങനെയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷന് വിസമ്മതമില്ല. അത് നിയമാനുസൃതം പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ പാർട്ടിയുടെ കൊടി ഉപയോഗിച്ച് BJP സർക്കാരിൻ്റെ ഈ കാലത്തെ ഏറ്റവും വലിയ ഒരു ശത്രുവായിട്ടുള്ള നെഹ്റു കുടുംബത്തിലെ ഒരു അംഗമെന്ന നിലയിൽ രാഹുൽ ഗാന്ധി, പ്രതിപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന ഒരാളെന്ന നിലയിൽ, അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ സഖ്യകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ പതാക ഉയർത്തി അദ്ദേഹത്തെ വരവേൽക്കുന്ന ഒരു വീഡിയോ ഫുട്ടേജ് ഇന്ത്യ ഒട്ടൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് അത് പാകിസ്ഥാന്റെ പതാകയാണെന്നും രാജ്യവിരുദ്ധരായിട്ടുള്ള, ദേശദ്രോഹികളായിട്ടുള്ള ആളുകളാണ് രാഹുൽ ഗാന്ധിയുടെ കൂടെ എന്ന് വരുത്തി തീർക്കാനുമാണ് ശ്രമിച്ചത്. ആ ഫൂട്ടേജ് ഇപ്പോഴും പുതിയതെന്ന മട്ടിൽ ഈ പ്ലാറ്റ്ഫോമുകളിൽ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അവരുടെ ഔദ്യോഗിക ഹാൻഡിലുകളിലും തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വീണ്ടും അതേ രാഹുൽ ഗാന്ധിയാണ് ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. ഈ വയനാട് സുൽത്താൻ ബത്തേരി ഉൾപ്പെടുന്ന വയനാട്ടിൽ അവരുടെ ഒരു പ്രതിയോഗിയായിട്ട്, അവരുടെ കാൻഡിഡേറ്റ് ആയിട്ട് അവർ കൊണ്ടുവന്നിരിക്കുന്നത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനെ. അവർക്ക് രാഹുൽ ഗാന്ധിയെ ഒരു എന്താ പറയുക, ഈ പാകിസ്ഥാൻ ആഭിമുഖ്യമുള്ളവരാണ് മുസ്ലിങ്ങൾ എന്ന് വരുത്തി തീർത്ത് ആ മുസ്ലിങ്ങളാണ് അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്ന് വരുത്തി തീർക്കാനും, അങ്ങനെ ഞങ്ങളുടേത് ഒരു ഭാരതം എന്ന് പറയുന്ന ഒരു വലിയ ദേശീയതയ്ക്ക് വേണ്ടിയാണ് രാഹുൽ ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന പ്രതിപക്ഷം രാജ്യവിരുദ്ധരുടേതാണെന്ന് പറയാൻ വേണ്ടി ടിപ്പു സുൽത്താന്റെ പേര് അതിൽ ഉപയോഗിക്കുന്നു എന്നതാണ് പ്രാഥമികമായിട്ടുള്ള ഒരു അജണ്ട. രണ്ടാമത്തെ അജണ്ട ഞാൻ ആദ്യമേ ചൂണ്ടിക്കാണിച്ചതുപോലെ സംഘപരിവാറിൻ്റെ ഒരു ഹിന്ദുത്വവൽക്കരണത്തിൻ്റെ ഒരു ഗ്രാൻഡ് പ്രോജക്റ്റിലെ ഒരു ഘടകമാണ് ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താനെ മുൻനിർത്തിയാണ് കർണാടകയിലും മറ്റുമൊക്കെ മുസ്ലിം വിഭാഗം, മുസ്ലിം സമൂഹം, ഈ രാജ്യത്ത് നൂറ്റാണ്ടുകളായി ജീവിക്കുന്ന അവരുടെ പലതരം ലിറ്ററേച്ചർ ആയാലും മ്യൂസിക് ആയാലും മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിലൊക്കെ ആയാലും വലിയ മാനവികമായ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള ഒരു സമുദായമാണ് വാസ്തവത്തിൽ ഇന്ത്യയിലെ മുസ്ലിം സമുദായം. അപ്പം അവരെ അന്യവൽക്കരിക്കുകയും അപരവൽക്കരിക്കുകയും ചെയ്തുകൊണ്ട് ഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ള ആ ഗ്രാൻഡ് പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് ദക്ഷിണേന്ത്യയിലല്ല, ഇന്ത്യയിലെ ഒട്ടുക്കായി 1970 മുതൽ ടിപ്പു സുൽത്താനെ കുറിച്ചുള്ള ഇത്തരം ഒരു പ്രൊപ്പഗാൻഡ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ടിപ്പു സുൽത്താന്റെ പേരുള്ള സ്ഥലം, ഇപ്പൊ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പാലക്കാട്ടും സുൽത്താൻ ബത്തേരിയിലും, വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലുമാണ് ടിപ്പു സുൽത്താന്റെ പേരുമായി നേരിട്ട് ബന്ധപ്പെട്ട സ്ഥലനാമങ്ങളും മറ്റുമൊക്കെ. പാലക്കാട്ടെ സുൽത്താൻ പേട്ട്, സുൽത്താന്റെ കോട്ടയുണ്ട് അവിടെ. സുൽത്താൻ ബത്തേരിയിലാവട്ടെ അദ്ദേഹത്തിൻ്റെ നിർമ്മിതികളൊന്നുമില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ മലബാർ പ്രയാണ കാലത്ത്, ഹൈദരാലിയുടെ മറ്റൊക്കെ കാലത്ത് അദ്ദേഹം ഹൈദരാലി നിർമ്മിച്ച റോഡുകളാണിത്.
ഇവിടെ നിന്ന് കോഴിക്കോട്ടേക്കുള്ള, അതായത് അടുത്ത പ്രദേശമായിട്ടുള്ള കോഴിക്കോട് തുറമുഖത്തേക്ക് ഉള്ള ഒരു പാത എന്ന നിലയിൽ, പിന്നെ മലബാർ അധിനിവേശം എന്ന് നമ്മൾ ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന ഹൈദരാലിയുടെ ഈ യാത്രയ്ക്കും ഒക്കെ ഉപകരിച്ചിരുന്ന റോഡാണ്. അപ്പം ഈ അദ്ദേഹത്തിൻ്റെ ഈ റൂട്ട് ഉണ്ടല്ലോ, മലബാറിലേക്കുള്ള 3 or 4 പാലക്കാട് വഴിയും മംഗലാപുരം വഴിയും ഒക്കെയുള്ള പാത കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട ഒരു റൂട്ട് വയനാട്ടിലൂടെ കടന്നു പോകുന്ന താമരശ്ശേരി പാത കടന്നു പോകുന്ന ഈ റൂട്ടാണ്. അപ്പം അതിലെ ഏറ്റവും ആദ്യത്തെ ഒരു ജനവാസ കേന്ദ്രമാണ് ഈ നമ്മളിന്ന് നമ്മുടെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന ഈ ടൗൺ. ഇവിടെ അദ്ദേഹത്തിന് ഒരു മിലിറ്ററി ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ മിലിറ്ററി ക്യാമ്പ് ഉണ്ടായിരുന്ന ഇത് ഒരു പുരാതന ജൈനക്ഷേത്രത്തിലാണ്. ആ ജൈനക്ഷേത്രം ഇന്നും ഇൻടാക്റ്റ് ആയിട്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സംരക്ഷിക്കുന്നുണ്ട്. അത് വിജയനഗര കാലത്ത് പണിതിട്ടുള്ള ഒരു ജൈനക്ഷേത്രമാണ്. ആ കോമ്പൗണ്ടിലായിരുന്നു അദ്ദേഹം. കാരണം ഈ ക്ഷേത്രങ്ങൾക്കാണ് മാത്രമാണ് അന്ന് ശില കൊണ്ടുള്ള ഈ ചുറ്റുമതിലുകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പട്ടാളത്തിൻ്റെ ഒരു സുരക്ഷിതത്തിനായിട്ട് അവരവിടെ ഹൈഡ് ചെയ്യായിരുന്നു. സുൽത്താൻ ബത്തേരി ടൗണിലുള്ള ഈ ഗണപതി ക്ഷേത്രം എന്ന് പറയുന്ന മഹാഗണപതി ക്ഷേത്രത്തിലായിരുന്നു ബ്രിട്ടീഷ് പട്ടാളം ക്യാമ്പ് ചെയ്തിരുന്നത്. അപ്പോൾ ഇങ്ങനെ സുൽത്താനുമായി ബന്ധപ്പെട്ട് ടിപ്പു സുൽത്താൻ ഇട്ട പേരൊന്നും അല്ല ഈ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നത്. സുൽത്താൻ ബത്തേരി എന്നുള്ള പേര് ടിപ്പു സുൽത്താനെ 1799 വധിച്ചതിന് ശേഷം വയനാട് ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തിൻ്റെ അധികാരം കൈക്കലാക്കിയ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവർക്ക് എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ അവരുടെ മിലിറ്ററി സർവേയർമാരും എഞ്ചിനീയർമാരും അവർക്ക് ഈ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സുൽത്താൻ്റെ ഒരു ബാറ്ററി ഉണ്ടായിരുന്ന സ്ഥലം എന്ന അർത്ഥത്തിൽ സുൽത്താൻസ് ബാറ്ററി എന്ന് പേരിടുകയാണ് ഉണ്ടായിട്ടുള്ളത്. വാസ്തവത്തിൽ ഇതിന് പിന്നെ ഗണപതി വട്ടം എന്നൊരു പേര് ഉണ്ടായിരുന്നു എന്നത് വാസ്തവമാണ്. ഒരു സ്ഥലത്തിന് തന്നെ എന്തെല്ലാം പേരുണ്ട്, എന്തിന് പറയുന്നു, സാക്ഷാൽ കെ സുരേന്ദ്രന് പോലും പലതരം പേരുകളില്ലേ. നമ്മളതൊന്നും വിളിക്കാറില്ല. നമ്മൾ വിളിക്കുന്നത് ഔദ്യോഗികമായി ഒഫീഷ്യൽ നെയിം എന്ന് പറയുന്ന പേരല്ലേ. അപ്പം അതുകൊണ്ട് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നല്ലോ ഇന്ത്യയിൽ 900 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയും ബ്രിട്ടീഷ് ഭരണമായിരുന്നു, ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനാണ്, ബ്രിട്ടീഷ് ലാൻഡ് റെക്കോർഡ്സാണ്, റവന്യൂ റെക്കോർഡ്സ് ഒക്കെ ബ്രിട്ടീഷ് രേഖകളാണ്. അതിലൊക്കെ സുൽത്താൻ ബത്തേരി എന്നാണ് ഉള്ളത് ഇപ്പോഴും. അതെ, പക്ഷേ ഗണപതി വട്ടം എന്നൊരു പേര് ഈ സ്ഥലത്തിനുണ്ടായിരുന്നു. അതിന് ഏതാണ്ട് ഒരു 600 വർഷത്തെ പഴക്കമുണ്ട്. കാരണം ഈ കോട്ടയം കുറുമ്പുറനാട് രാജാക്കന്മാർ ഇപ്പൊ ഈ പുസ്തകത്തിൽ താങ്കൾ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പൊ ജൈനന്മാരുടെ കാലത്ത് ഒരു പേര്, അതിനുശേഷം കോട്ടയം രാജാക്കന്മാരുടെ കാര്യത്ത് വേറൊരു പേര്, പിന്നീട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലത്ത് വേറൊരു പേര്, പല പേരുകൾ പല കാലങ്ങളിലായി ഉപയോഗിച്ചിട്ടുണ്ട്. ചരിത്രത്തെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങ് തടഞ്ഞു നിർത്തിക്കൊണ്ട് ഇതാണ് യഥാർത്ഥ പേര് എന്ന് പറയുന്നത് അതൊരു പക്ഷേ സംഘപരിവാറിന്റെ രീതിയായിരിക്കും. സുരേന്ദ്രൻ കോട്ടയം രാജാക്കന്മാരുടെ കാലം വരെയാണ് പിന്തിരിഞ്ഞു നടക്കുന്നത്. അതിന് പുറകോട്ടേക്ക് പോയാൽ സുൽത്താൻ ബത്തേരിയുടെ പേര് ഹെന്നരഡു ബീനി എന്നാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശ്രാവണ ബൾഗോളയുടെ കാലത്ത് തന്നെ ശ്രാവണ ബൾഗോള, അതായത് പിന്നെ ഉത്തരേന്ത്യയിൽ നിന്ന് പിന്നെ മൗര്യ രാജാക്കന്മാർ ഒരു രാജാവ് ഇന്ത്യയിൽ സൗത്ത് ഇന്ത്യയിലേക്ക് ജൈനമതത്തിൻ്റെ പിന്നെ ഭദ്രബാഹു എന്നുള്ള വലിയ ജൈനാചാര്യനോടൊപ്പം സഞ്ചരിച്ചു വരുന്ന കാലത്ത് തന്നെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ആദ്യത്തെ ഒരു ജൈന സങ്കേതമാണ് സുൽത്താൻ ബത്തേരി. അതുകൊണ്ട് ഇവിടെ 12 മഹാ ജൈന ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ആർക്കിയോളജിക്കൽ എവിഡൻസ് ഒക്കെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. നമ്മൾ ചരിത്രത്തെക്കുറിച്ച് അല്ല പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത്, ഇത് ഒരു 1000 വർഷം മുമ്പ് വരെയും ഹെന്നരഡ് ബീതി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന രേഖകൾ, ഞാൻ വാസ്തവത്തിൽ ഈ കർണാടക ചരിത്രം പഠിക്കാൻ എനിക്ക് പ്രചോദനമായത് വാസ്തവത്തിൽ ഡോക്ടർ MR രാഘവാര്, ഞാനൊരു സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഈ ജൈൻ ട്രഡീഷൻ സൗത്ത് ഇന്ത്യയിൽ ദക്ഷിണേന്ത്യയിലേക്ക് എങ്ങനെ ശ്രമണ മതങ്ങൾ വന്നു എന്നൊക്കെ അന്വേഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘമായ ഗഹനമായ പഠനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഏതാനും ലേഖനങ്ങൾ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അക്കാലത്ത് എഴുതി. അപ്പോഴാണ് സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന സ്ഥലത്തെ ജൈനക്ഷേത്രങ്ങളെക്കുറിച്ചും വയനാട്ടിലെ ജൈനക്ഷേത്രങ്ങളെക്കുറിച്ച് പൊതുവിലും പറയുന്ന കൂട്ടത്തിലാണ് ഈ പ്രദേശത്തിൻ്റെ പേര് ഹെന്നരഡ് ബീതി എന്നാണെന്ന്
ഞാൻ ആദ്യമായിട്ട് ആ ഒരു സംഗതിയാണ് വായിക്കുന്നത്. പക്ഷെ അന്നത്തെ നമ്മുടെ പ്രായത്തിൽ അത് ഒരു റിസർച്ച് ഒന്നും ചെയ്യാനൊന്നും പറ്റുന്ന പ്രായമല്ലല്ലോ നമ്മൾ സ്കൂളിൽ പഠിക്കുക. പിൽക്കാലത്ത് ഞാൻ ഈ ചരിത്രത്തിലുള്ള ഒരു ഒരു താല്പര്യത്താൽ ഞാൻ ഒരു സവിശേഷമായി പഠിക്കാൻ ശ്രമിച്ചത് ഈ ശ്രമണ മതങ്ങളുടെ ദക്ഷിണേന്ത്യയിലെ സംഗതിയും കർണാടകത്തിന്റെ ചരിത്രവും പഠിച്ചപ്പോഴാണ് എനിക്ക് നമ്മളിരിക്കുന്ന സ്ഥലം വാസ്തവത്തിൽ കർണാടക രാജ്യമായിരുന്നു. ഗംഗരുടെയും കദംബരുടെയും കാലത്ത് കർണാടകത്തിന്റെ ഭാഗം എന്നല്ല പറയുന്നത്, കർണാടക രാജ്യമായിരുന്നു. വിജയനഗരത്തിന്റെ കാലത്ത് പോലും മൈസൂർ വോഡയാറുകളുടെ കാലത്തും ഇത് കർണാടകത്തിന്റെ ഭാഗമായിരുന്നു. ഇത് മലബാറിന്റെ അല്ലെങ്കിൽ കേരളത്തിന്റെ ഭാഗമാകുന്നത് 600 വർഷങ്ങൾക്ക് മുമ്പ് മാത്രം മലബാറിൽ നിന്ന്, ഉത്തര മലബാറിൽ നിന്ന് വയനാട്ടിലേക്ക് കുടിയേറിയ കോട്ടയം, കുറുമ്പുറനാട് രാജാക്കന്മാരുടെ കാലത്തോടു കൂടിയാണ് വാസ്തവത്തിൽ ഇവിടെ മലയാളികൾ എന്ന് വിളിക്കാവുന്ന ഒരു സമൂഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അവരിവിടെ വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ജൈനക്ഷേത്രങ്ങൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമാണ്. അവർ ആരാധിക്കുന്ന ശൈവ ക്ഷേത്രങ്ങളിലോ വൈഷ്ണവ ക്ഷേത്രങ്ങളോ അപൂർവമാണ്. പ്രധാനമായിട്ടും ഇവർ ശൈവരായിരുന്നു കോട്ടയം, കുറുമ്പുറനാട് രാജാക്കന്മാർ. അപ്പോൾ അവരിവിടെ വന്ന് ധാരാളം ശൈവക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. പിന്നെ ഈ കർണാടകത്തിന്റെ ഭാഗമായിരുന്ന കാലത്ത് തന്നെ വിഷ്ണുവർദ്ധനന്റെ ഒക്കെ കാലത്ത് ഹൊയ്സാല പീരീഡിൽ ധാരാളം വൈഷ്ണവ ക്ഷേത്രങ്ങളും വയനാട്ടിലുണ്ട്. ആ ക്ഷേത്രങ്ങളിലൊക്കെ എന്താ പറയുക, ജൈന ക്ഷേത്രങ്ങളും മറ്റും ജൈനർ ഇവിടുന്ന് പലായനം ചെയ്തതോടുകൂടി അബാൻഡൻഡ് ആവുകയും ആ ക്ഷേത്രങ്ങളാണ് തകർന്നടിഞ്ഞു കിടന്നത്. നമ്മുടെ തമാശ എന്താണെന്ന് വെച്ചാൽ, ഈ തകർന്നടിഞ്ഞു കിടക്കുന്ന ഏത് ക്ഷേത്രം കണ്ടാലും അത് ടിപ്പു സുൽത്താൻ തകർത്തതാണ് എന്നാണ് പറയുക. അയാൾ ആകെ 11 കൊല്ലം അധികാരത്തിലുണ്ടായിരുന്നുള്ളൂ. ഈ കേരളത്തിലെ മുഴുവൻ തകർന്നടിഞ്ഞ ക്ഷേത്രങ്ങളും തകർക്കാൻ തന്നെ അത്രയും വർഷങ്ങൾ പോരാ. വാസ്തവത്തിൽ ഓരോ ജനപദങ്ങൾ പോകുമ്പോൾ അവരുടെ ആരാധനാലയങ്ങൾ ഉപേക്ഷിക്കപ്പെടും. അതിന് പിന്മുറക്കാരില്ലാതെ വരുന്ന നൂറ്റാണ്ടുകളോളം കിടക്കുന്ന, അനാഥമായി കിടക്കുന്ന ഒരു കാലത്ത് ഈ ക്ഷേത്രങ്ങൾ തകർന്നടിയും. അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ടിപ്പു സുൽത്താനെ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ഒരു വർഗീയവൽക്കരണ നീക്കം കർണാടകത്തിൽ കഴിഞ്ഞ ഒരു BJP സർക്കാരിൻ്റെ കാലത്ത് ഭയങ്കര ശക്തമായി നടക്കുന്നത് നമ്മൾ കണ്ടു. അതിനു മുമ്പേ തന്നെ ഇത് കേരളത്തിലും ഏറിയും കുറഞ്ഞും ഒക്കെ നടന്നിട്ടുണ്ട്. PK ബാലകൃഷ്ണൻ പോലെയുള്ള പുസ്തകങ്ങൾ ഇതെങ്ങനെയാണ്, എന്താണ് യാഥാർത്ഥ്യം എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വലിയ തോതിൽ വിലപ്പോകാതിരുന്ന, എന്നാൽ ഇപ്പോൾ നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഏത് പൊളിഞ്ഞു നടക്കുന്ന ക്ഷേത്രം കണ്ടാലും, പ്രത്യേകിച്ച് മലബാറിൽ, ഇത് ടിപ്പുവിൻ്റെ കാലത്ത് പൊളിഞ്ഞതാണ് എന്നൊരു കഥ പറയുന്ന ഈ രീതിയിൽ ഈ വർഗീയവൽക്കരണത്തിനുള്ള ശ്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ സുൽത്താൻ ബത്തേരി എന്നുള്ള പേരല്ല, ഈ ഗണപതി വട്ടം എന്നുള്ള പേരാണ് യാഥാർത്ഥ്യം എന്ന് ചരിത്രത്തിലെ ഒരു ഘട്ടം എടുത്തു വെച്ചുകൊണ്ട് അങ്ങോട്ട് പറയുമ്പോൾ ഇതങ്ങ് എന്താ പറയുക, തൊണ്ട തൊടാതെ വിഴുങ്ങിക്കോളും എന്നുള്ളൊരു ധാരണയുണ്ടോ ഈ BJPക്ക്? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ആ ഒരു പ്രൊപ്പഗൻഡയിൽ അവർ പിന്നെ വിജയിച്ചു എന്ന് തന്നെ നമ്മൾ സമ്മതിക്കണം. കാരണം 970-കളിൽ മുതൽ ഈ ടിപ്പു സുൽത്താനെ ഉത്തരേന്ത്യയിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാവുന്ന ഇവരുടെ ഒരു പാൻ ഇന്ത്യൻ സംഗതിയിൽ ഈ മുസ്ലിങ്ങളെ ശത്രുക്കളാക്കാൻ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായി നോക്കുമ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ബിംബമാണ് ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താനെ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ക്രിസ്ത്യാനികളെയും ഹിന്ദുക്കളെയും ആക്രമിച്ച ആളുകൾ, ഒരു ദുഷ്ടനായ ഇസ്ലാമിക മതഭ്രാന്തനായിരുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് മുസ്ലിം സമുദായത്തെ ആകെ ശത്രുപക്ഷത്ത് നിർത്തുക എന്നുള്ളതാണ് ഇപ്പോഴും അവരുടെ അജണ്ട. അപ്പൊ ആ അജണ്ടയുടെ ഭാഗമായിട്ട് ഇപ്പൊ സുരേന്ദ്രനെയും ഉന്നയിച്ചിട്ടുള്ള സംഗതി, ഈ കണ്ണൂർ ജില്ലക്കാരനായ ഒരു സാമാന്യ ഒരു പ്രത്യേക വിഷയത്തിലൊന്നും ഗവേഷണമൊന്നും നടത്തിയിട്ടില്ലാത്തൊരു സാധാരണ രാഷ്ട്രീയ നേതാവ് ഇവിടെ വന്ന് പറഞ്ഞതാണെന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഇത് അവരുടെ നാഗ്പൂരിലെ അവരുടെ ഈ സംഘപരിവാർ ഐഡിയോളജിയുടെ രൂപീകരണം നടത്തുന്ന, അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യേകം റിസർച്ച് സെല്ല് തന്നെ നിർദ്ദേശത്തോടു കൂടി. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ രാജീവ്, ഇത് ആദ്യമായിട്ട് തന്നെ ഈ നാഷണൽ മീഡിയ എന്ന് വിളിക്കപ്പെടുന്ന അർണാബ് ഗോസ്വാമിയുടെയും മറ്റുമൊക്കെ പോലുള്ള ആന്റി സോഷ്യൽ മീഡിയ, ഞാനതിനെ നാഷണൽ മീഡിയ എന്നല്ല വിളിക്കുക, ആന്റി നാഷണൽ ആന്റി സോഷ്യൽ മീഡിയ എന്നാണ് വിളിക്കുക. അതിലാണ് ഇത് പ്ലാൻ ചെയ്തത്. ഈ ആദ്യമായിട്ട് സുരേന്ദ്രന്റെ ഈ പ്രസ്താവന പ്ലാൻ ചെയ്യപ്പെടുന്നത് റിപ്പബ്ലിക് ചാനലിലാണ്. ഈ ഗോഡി മീഡിയ എന്ന് നമ്മൾ വിളിക്കുന്ന ഇന്ത്യയിലെ ഈ ബാക്കി ഹിന്ദി ചാനലുകളാണ്
ടൈംസ് നൗ ഉൾപ്പെടെയുള്ള ചാനലുകളാണ് ഈ സുരേന്ദ്രന്റെ സംഗതിയെ ആദ്യമായിട്ട് വലിയ ഒരു സംഭവമാക്കി കൊണ്ടുവന്നത്. കാരണം ഇതിന്റെ പിന്നിലുള്ള ഒരു ഗ്രാൻഡ് പ്രോജക്റ്റിലേക്കാണ് അത് ചൂണ്ടുന്നത്. അത് നാഗ്പൂരിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള കേരളത്തിലും ഒരു വർഗീയ ധ്രുവീകരണം മാത്രമല്ല, ഒരു വർഗീയ കലാപവും ഉണ്ടാക്കുവാനുള്ള പോസിബിലിറ്റിയെ ആരായുന്ന ഒരു ടെസ്റ്റാണ് അത് നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ നാഷണൽ മീഡിയ എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ഇംഗ്ലീഷ് മീഡിയ ഇത് നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായി ഇപ്പോൾ രാജീവിന് പോലും അത് ആ വിഷയം ചർച്ച ചെയ്യേണ്ടി വരുന്നു. കാരണം നമുക്ക് അതിനെ തമസ്കരിക്കാൻ പറ്റില്ല. ഈ നടക്കുന്ന അതിന് വാസ്തവം എന്താണെന്ന് പറയാനെങ്കിലും നമ്മൾ ശ്രമിക്കേണ്ടി വരും. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അജണ്ട 50% ജയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഗണപതി വട്ടം എന്ന പേര് ഒരു പിന്നെ ഇസ്ലാമിക അധിനിവേശകൻ വന്നിട്ട് പിന്നെ ഒരു ഹിന്ദുക്കളുടെ പരമ്പരാഗതമായ ഒരു ആരാധനാലയത്തെ അടിച്ചു തകർത്ത് സ്വന്തം പേരിട്ടു എന്നൊക്കെയുള്ള ഇങ്ങനെ ഒറ്റവാചകത്തിൽ പറഞ്ഞു പോകുന്ന യാതൊരു ചരിത്രത്തിന്റെ ആലംബങ്ങളും തെളിവുകളും ഇല്ലാത്ത കേവല പ്രസ്താവനകളെ കൊണ്ട് അങ്ങനെയാണ് സംഘപരിവാർ അത് ഇത്രയും കാലം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഞാൻ പറയാം, ഈ കഴിഞ്ഞ ദിവസം ഞാൻ യാദൃച്ഛികമായിട്ട്, ഞാൻ ടെലിവിഷൻ്റെ ഒരു സ്ഥിരം പ്രേക്ഷകനല്ല, നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പ്രവർത്തിക്കുന്ന ചാനലുകൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഈ റിപ്പോർട്ടർ ചാനലിൽ എന്തിനു പേര് മറച്ചു വയ്ക്കണം, റിപ്പോർട്ടർ ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലെ ഒരു പെൺകുട്ടിയോ സ്ത്രീയോ ഇങ്ങനെ അവരുടെ ഒരു എഡിറ്റർമാരുടെ ചർച്ചയിൽ അധിനിവേശകനായ ടിപ്പു സുൽത്താൻ എന്നെ നിങ്ങൾ എന്തിന് പിന്നെ പ്രശംസിക്കണമെന്ന്. നമ്മൾ ടിപ്പു സുൽത്താനെ പ്രശംസിക്കുന്നത് എന്നോടല്ല കേട്ടോ ചോദിച്ചത്, അവർ തമ്മിൽ നടക്കുന്ന ചർച്ച. അപ്പോൾ ബ്രിട്ടീഷുകാർ എഴുതിയ ചരിത്രം വായിച്ച് അതാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഈ നമ്മുടെ ജേർണലിസ്റ്റുകളും ഈ സംഘപരിവാർ രാഷ്ട്രീയക്കാരും ടിപ്പു സുൽത്താനെയും അധിനിവേശകൻ എന്നാണ് വിളിക്കുന്നത്. ടിപ്പു സുൽത്താൻ എങ്ങനെയാണ് അധിനിവേശകനാകുന്നത്? ടിപ്പു സുൽത്താൻ ഇന്ന് ബാംഗ്ലൂർ എയർപോർട്ട് ഇരിക്കുന്ന സ്ഥലത്ത് കർണാടക മാതൃഭാഷയായിട്ടുള്ള ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും മകനായി ദേവനഹള്ളി എന്ന് പറയുന്ന കർണാടകത്തിലെ ഒരു ബാംഗ്ലൂർ, ഇന്നത്തെ ബാംഗ്ലൂർ റൂറൽ ഡിസ്ട്രിക്റ്റ് എന്ന് വിളിക്കുന്ന സ്ഥലത്തുള്ള ദേവനഹള്ളിയിൽ ജനിച്ചു വളർന്ന് കന്നഡയിൽ പഠിച്ച് പേർഷ്യനിലും മറ്റും ഉറുദുവിലും മറ്റും ഉപരിപഠനം നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു തദ്ദേശീയനായ ഭരണാധികാരിയാണ്. അദ്ദേഹം അധിനിവേശകരായ ബ്രിട്ടീഷുകാരോട് പോരാടുകയാണ് ചെയ്തത്. പക്ഷേ ബ്രിട്ടീഷുകാരോട് അന്ന് നിന്നും കൂറു പുലർത്തുന്ന സംഘപരിവാര സംഘടനകൾക്ക് ബ്രിട്ടീഷുകാർ എഴുതി വച്ചിട്ടുള്ള പിന്നെ ടിപ്പുവിനെ കുറിച്ചുള്ള അവരുടെ ശത്രുവായിരുന്ന ടിപ്പു സുൽത്താനെ കുറിച്ച് എഴുതി വച്ചിരുന്ന 3 or 4 പുസ്തകങ്ങളെ അവലംബമാക്കിയാണ് അവർ ഈ വർഗീയ അജണ്ട നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ടിപ്പു സുൽത്താനെ കുറിച്ച് നമ്മുടെ ചരിത്രകാരന്മാർ പോലും സാധാരണക്കാർക്ക് അക്കാഡമിക് രംഗത്ത് അവർ തമ്മിലുള്ള സംവാദങ്ങൾ, വലിയ അന്താരാഷ്ട്ര സെമിനാറുകളിൽ പേപ്പറുകൾ, അതൊക്കെ ധാരാളം ഇന്ത്യയിലെ സ്കോളേഴ്സും ചെയ്യുന്നുണ്ട്. പക്ഷേ നേരത്തെ രാജീവ് ചൂണ്ടിക്കാണിച്ചതുപോലെ PK ബാലകൃഷ്ണനെയൊക്കെ പോലെ ഒരു പോപ്പുലർ ഹിസ്റ്ററിയുടെ ലെവലിൽ ശരിയായ ചരിത്രം സാധാരണ മനുഷ്യർക്ക് വായിച്ചാൽ മനസ്സിലാകുന്ന മട്ടിൽ സത്യസന്ധമായ ചരിത്രത്തെ ആഖ്യാനം ചെയ്യുന്ന ഹിസ്റ്റോറിക്കൽ ഡിസ്കോഴ്സ് അല്ല, ഹിസ്റ്റോറിക്കൽ നരേഷൻ എന്ന് പറയുന്ന ഒരു ശാഖ മലയാളത്തിലോ ഇന്ത്യൻ ഭാഷകളിലോ ഇല്ല. അതുകൊണ്ടാണ് വാസ്തവത്തിൽ സാധാരണക്കാരെ പറഞ്ഞു പറ്റിക്കാൻ എന്തു വ്യാജവും പ്രചരിപ്പിക്കാൻ സംഘപരിവാറിന് കഴിയുന്നത് എന്നാണ് എനിക്ക് ഇത്രയും ആമുഖമായി പറയാനുള്ളത്. ഇത് പറയുമ്പോഴേ, ഇപ്പോൾ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ സുരേന്ദ്രൻ ലേറ്റായിട്ടാണ് വയനാട്ടിൽ എൻട്രി ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് ഫീൽ ചെയ്യിക്കാൻ പാകത്തിന് വേണമെങ്കിൽ നടത്തിയൊരു പരാമർശം എന്നുള്ള നിലയിൽ കാണാം. അല്ലെങ്കിൽ ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത് വിശാലമായൊരു അജണ്ടയുടെ തുടർച്ചയായി നടത്തിയ ഒരു പരാമർശമായിട്ട് കാണാം. അവിടെ ഞാനൊരു കാര്യം ചോദിക്കുന്നത്, ഈ ഗണപതി വട്ടം എന്നുള്ള പേര് മുൻപ് ഗണപതിയുടെ ശിരസ് മാറ്റി അവിടെ ആനയുടെ ശിരസ് വയ്ക്കുന്നത്, ശിരസറ്റ് പോയപ്പോൾ അവിടെ ആനയുടെ ശിരസ് ചേർത്തത് അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണെന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന ഒരു മിത്താണ് എന്ന് പ്രസംഗിച്ചത് വലിയ വിവാദമായിരുന്നു കേരളത്തിൽ. അപ്പോൾ ഇതിനൊരു സാധ്യതയുണ്ട് ഇത്തരം പ്രയോഗങ്ങളിൽ എന്ന് കേരളത്തിലെ BJPയോ ചിലപ്പോൾ RSSന്റെ നാഗ്പൂർ കേന്ദ്രവും തിരിച്ചറിഞ്ഞതിൻ്റെ തുടർച്ച കൂടി ആവാം ഇത് തെരഞ്ഞെടുത്തത്. ഇന്ന് ഇപ്പോൾ കുറച്ച് രാജീവ് സംസാരിക്കുന്നതിന് മുമ്പ് എൻ്റെ വളരെ പഴയ പരിചയക്കാരനായിട്ടുള്ള ഒരു BJPയുടെ
വയനാട്ടിലെ ഒരു നേതാവ്, അദ്ദേഹം ട്രേഡ് യൂണിയൻ്റെയും അവരുടെ ട്രേഡ് യൂണിയൻ്റെയും ഒക്കെ വലിയ നേതാവാണ്. അദ്ദേഹം എന്നെ കണ്ടപ്പോൾ പറഞ്ഞത്, എന്ത് വേണ്ടാത്ത വിവാദങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉണ്ടാകുന്നത്, ഇതൊക്കെ നമ്മൾ തമ്മിൽ പോലുള്ള ബന്ധങ്ങളെ ഇല്ലാതാക്കുന്ന മട്ടിലേക്ക് ഡെവലപ്പ് ചെയ്യില്ലെന്ന് അദ്ദേഹം എന്നോട് വളരെ അപ്പോളജറ്റിക് ആയിട്ട് പറയുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞത്, പിന്നെ ഇത് രാജീവ് സൂചിപ്പിച്ചതുപോലെ ഇതൊരു സെൻസേഷൻ, ഇത് വയനാട്ടിലെ ഒരു സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്തിട്ടുള്ള വളരെ നിഷ്കളങ്കവും പിന്നെ എന്താ പറയുക സാന്ദർഭികവുമായിട്ടുള്ള പിന്നെ യാദൃച്ഛികവുമായ ഒരു സംഗതിയായിട്ടൊന്നും ഞാൻ കരുതുന്നില്ല. ഇതിൻ്റെ ലോഞ്ച് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് അവരുടെ ഐഡിയോളജിക്ക് വേണ്ടിയിട്ട് 24 hours പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പബ്ലിക് ചാനൽ പോലുള്ള ഒരു പിന്നെ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു 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 മീഡിയ ഹൗസിൽ നിന്നാണ് ആദ്യമായിട്ട് ഇത് വരുന്നത്. ഇതൊരു വലിയ പദ്ധതിയാണ്. എലക്ഷൻ കഴിയുന്നതോടുകൂടി നിൽക്കാൻ പോകുന്ന ഒരു സംഗതിയല്ല. ടിപ്പു സുൽത്താനെ ചൊല്ലിയുള്ള ഈ സംഗതി കേരളത്തിൽ വ്യാപകമാക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. പക്ഷെ കേരളത്തിൽ ഇത് കൊടകിലോ കർണാടകത്തിലെ ചില നിരക്ഷരർ മാത്രമുള്ള ഗ്രാമങ്ങളിലോ ഒന്നും നടക്കുന്നത് പോലെ കേരളത്തിൽ ഇത് നടക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. വിജയിക്കാൻ പോകുന്നില്ലെങ്കിലും അവരുടെ ഉദ്ദേശം ഇതാണെന്നെങ്കിലും നമ്മൾ തിരിച്ചറിയണം. വാസ്തവത്തിൽ ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ മീഡിയ ആവട്ടെ, നമ്മുടെ അക്കാഡമിഷ്യൻസ് ആവട്ടെ, നമ്മുടെ പിന്നെ നമ്മുടെ നല്ല ജേർണലിസ്റ്റുകളാവട്ടെ, അവരൊക്കെ ചെയ്യേണ്ടുന്നത് ഈ വക കാര്യങ്ങളിൽ ഇവരോട് തർക്കിക്കാൻ പോകുന്നതിന് പകരം, വ്യാജവുമായി തർക്കത്തിൽ ഏർപ്പെടുന്നതിന് പകരം, സത്യസന്ധമായ ചരിത്ര വസ്തുതകളെ സംബന്ധിച്ച് സാമാന്യ വിദ്യാഭ്യാസമുള്ള സാധാരണ ആൾക്കാർ, വലിയ അക്കാഡമിക് പശ്ചാത്തലം ഒന്നുമില്ലാത്ത ആളുകൾക്ക് കൂടി ഈ വക സംഗതികൾ, ഈ സെൻസിറ്റീവായിട്ടുള്ള സംഗതികൾ മനസ്സിലാക്കാൻ പാകത്തിൽ വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള നരേറ്റീവ് എഴുത്തുകൾ ഉണ്ടാകണം. മീഡിയ അത്തരം ടോക്കുകൾ, ഇപ്പോൾ സുനിൽ പീളയിടത്തിനെ പോലുള്ള നമ്മുടെ സ്കോളേഴ്സ് എത്രയോ കാലമായി ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഈ ടിപ്പു സുൽത്താനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായി സുനിൽ പീളയുടെ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനെ ഒരു ക്രോഡീകരിക്കാനും അതൊരു സമൂഹത്തിൻ്റെ പാഠ്യ പദ്ധതിയുടെ ഭാഗമാക്കാനും ഒക്കെ നമ്മൾക്ക് കഴിയേണ്ടതാണ്. പല ലെവലുകളിൽ നടക്കേണ്ട കാര്യങ്ങളാണ്. ഞാൻ അവസാനം ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ ഇത് അജണ്ട ആക്കിയാൽ പോലും കേരളത്തിൽ വിറ്റുപോകുക അത്ര എളുപ്പമല്ല. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിൻ്റെ കൊടിയെ ഇത് പാകിസ്ഥാൻ പതാകയാണ് എന്ന് വടക്കേ ഇന്ത്യയിൽ പ്രചരിപ്പിക്കാൻ BJPക്ക് വളരെ അവരുടെ സംഘടിത സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ആ വ്യാജം പ്രചരിപ്പിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിച്ചിരുന്നു. ഇക്കുറി രാഹുൽ ഗാന്ധി മത്സരിക്കാൻ വരുന്നത് ടിപ്പു സുൽത്താൻ പേര് മാറ്റിയ, ഗണപതി വട്ടം എന്ന പേര് സുൽത്താൻ ബത്തേരി എന്ന് ടിപ്പു സുൽത്താൻ മാറ്റിയ പ്രദേശം കൂടി ഉൾപ്പെടുന്ന ഒരു മണ്ഡലത്തിലാണ് എന്നുള്ള മട്ടിലൊക്കെ നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കാൻ ഇവരെ കൊണ്ട് കഴിയുമോ? അതെങ്കിൽ ആ നറേറ്റീവ് ഒക്കെ സൃഷ്ടിച്ചാൽ അത് പിന്നെ ഈ കേരളത്തിൽ കഴിയില്ലെങ്കിലും അവർക്കറിയാം കേരളത്തിൽ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ പറഞ്ഞ പോലുള്ള സോക്കോൾഡ് നാഷണൽ മീഡിയ വഴിയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉത്തരേന്ത്യക്കാരത് ഇവിടെ മുഗളന്മാർ ഭയങ്കരമായിട്ടുള്ള പിന്നെ അന്യമത പീഡനം നടത്തി, അതുപോലെ ദക്ഷിണേന്ത്യയിലുണ്ട്. അപ്പം ദക്ഷിണേന്ത്യ പിടിക്കുക എന്നുള്ള ഈ RSS അജണ്ടയുടെ, സംഘപരിവാർ അജണ്ടയുടെ, BJP സ്ട്രാറ്റജിയുടെ പിന്നെ ഒരു വിജയത്തിന് ഒരു പാൻ ഇന്ത്യൻ പിന്നെ പബ്ലിക് ഒപ്പീനിയൻ, അതിനൊരു ലെജിറ്റിമൈസേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പ്രോജക്റ്റിൻ്റെ ഭാഗം തന്നെയാണിത്. ഇതിനെ ലഘുവായി കാണരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് തുടക്കം തൊട്ടേ റിപ്പോർട്ട് ചെയ്തു വന്നിരുന്ന നമ്മുടെ മാധ്യമപ്രവർത്തകർക്കും തെറ്റുകൾ പറ്റി. അവർ ചരിത്രം തികഞ്ഞു പോകുന്നതിന് പകരം എന്താണ് ഇത് ഉന്നയിക്കുന്നതിൻ്റെ പിന്നിലെ ഐഡിയോളജി എന്താണെന്ന് വ്യക്തമാക്കാനായിരുന്നു നമ്മുടെ മീഡിയ ശ്രദ്ധിക്കേണ്ടത്. പകരം സുരേന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്ന ഈ ഗണപതി വട്ടം എന്ന പേരുണ്ടായിരുന്നു. അത് ശരി, അങ്ങനെ ഉണ്ടല്ലേ? അപ്പോൾ ഈ നമുക്കറിയാലോ, രാജീവിന് അറിയാലോ, നമ്മുടെ ശരാശരി നാട്ടിലൊക്കെ ഈ റൂറൽ റിപ്പോർട്ടിംഗ് നടത്തുന്ന പത്രലേഖകരെ ഞാൻ അവരെ കുറ്റപ്പെടുത്തുകയല്ല, അവരുടെ ഒരു അറിവിൻ്റെ പരിമിതിയുണ്ട് ചരിത്രത്തെ സംബന്ധിച്ചും ഒക്കെയുള്ള. അപ്പോൾ അവരത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ദേശീയ പാർട്ടിയുടെ നേതാവ് വന്നിട്ട് ഗണപതി വട്ടമെന്നായിരുന്നു, അത് മാറ്റണ്ട. അപ്പോൾ അവരും സ്വാഭാവികം എന്നോട് തന്നെ ചോദിച്ച ഈ ഇവിടുത്തെ എൻ്റെ പരിചയക്കാരും സുഹൃത്തുക്കളുമായിട്ടുള്ള ആൾക്കാർ ചോദിച്ചത് അങ്ങനെയാണല്ലേ, അപ്പോൾ അത് മാറ്റുന്നതല്ലേ നല്ലത് എന്ന മട്ടിൽ ഒക്കെയാണ്. ഇത് എന്ത് അജണ്ടയ്ക്ക് ഇത് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള കമ്മ്യൂണൽ അജണ്ട എന്താണെന്ന് തിരിച്ചറിയുകയും
ആ അജണ്ടയെ എക്സ്പോസ് ചെയ്യേണ്ടതിനും പകരം ഈ സുരേന്ദ്രൻ പറഞ്ഞ സംഗതിയുടെ അതിലേക്ക് വേണ്ട ചരിത്രപരമായ പശ്ചാത്തലം എന്താണെന്ന് അന്വേഷിച്ച് നടക്കുകയാണ് നമ്മുടെ ജേർണലിസ്റ്റുകൾ പോലും ചെയ്യുന്നത്. ആപത്കരമായ ഒരു ഘട്ടമാണിതെന്നേ എനിക്ക് പറയാനുള്ളൂ. സത്യം പറഞ്ഞാൽ അവസാനം ഞാൻ ഇപ്പൊ കുറച്ച് നേരത്തെ ഞാൻ ഒരു ജേർണലിസ്റ്റ് ഫ്രണ്ട് ഡൽഹിയിൽ നിന്ന് വിളിച്ചൊരു ജേർണലിസ്റ്റ് സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു, സുൽത്താൻ ബത്തേരിക്ക് ജയസുരേന്ദ്രന്റെ പേരിടുകയും പിൻകോഡ് മാറ്റാതിരിക്കുകയും ചെയ്താൽ മതി. കാരണം എനിക്ക് ഈ കേരളത്തിൽ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള തപ്പാൽ മാഗസിനും മറ്റുമൊക്കെ വരുന്നത് ഈ പേരിലാണല്ലോ. അപ്പൊ അത് മിസ്സാവാതിരിക്കാൻ പിൻകോഡ് മാറ്റാതിരുന്നാൽ മതി. സുരേന്ദ്രന്റെ തന്നെ പേരിട്ടാലും നമുക്കിതിൽ വിയോജിപ്പൊന്നുമില്ല. നമുക്ക് ടിപ്പു സുൽത്താനും സുരേന്ദ്രനും എല്ലാം അവർ ചെയ്യുന്ന പ്രവൃത്തികളാൽ മാത്രം തിരിച്ചറിയപ്പെടേണ്ട ആൾക്കാരാണ്. ഇവരുടെ പേരിനോടൊന്നും നമുക്കൊരു വ്യക്തിപരമായ മതപരമായ വിദ്വേഷമോ രാഗമോ ദ്വേഷമോ ഇല്ല. അതുകൊണ്ട് സുരേന്ദ്രന്റെ പേരിട്ടാലും ഒരു വയനാട്ടുകാരൻ എന്ന നിലയിൽ ഞാൻ തൃപ്തനായിരിക്കും. റൈറ്റ്. സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നാക്കി മാറ്റണം എന്ന കെ സുരേന്ദ്രൻ്റെ ആവശ്യം കേവലം കെ സുരേന്ദ്രൻ്റെ ആവശ്യം മാത്രമായിട്ട് കണ്ടാൽ മതിയാവില്ല. അതൊരു വിശാലമായ പ്രൊജക്റ്റിൻ്റെ ചില വിദ്വേഷ പ്രത്യയശാസ്ത്രത്തിൻ്റെ വിപുലീകരണത്തിൻ്റെ ഭാഗം കൂടിയായി തന്നെ കാണണം. അങ്ങനെ തിരിച്ചറിയുമ്പോഴാണ് ആ രാഷ്ട്രീയത്തെ നമുക്ക് കുറേ കൂടെ മനസ്സിലാക്കാൻ സാധിക്കുക. അതേക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ശ്രീ OK ജോണി. ഇൻസൈറ്റിൻ്റെ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.